നിസ്സഹായരായ മനുഷ്യരെ ഇല്ലാത്ത വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് അവരെ സാമ്പത്തികമായി ചതിച്ച് അവരുടെ സമ്പത്ത് മുഴുവൻ അപഹരിച്ച് സ്വന്തം ആസനവും ബന്ധുജനങ്ങളുടെ ആസനവും ഒരുപോലെ പരിപോഷിപ്പിക്കുന്നതിനായി ഒരു ലോഹക്കാരൻ കള്ളപ്പാതിരി തുടങ്ങി വെച്ച മുതൽ മുടക്കിനേക്കാളേറെ ലാഭം മാത്രം കിട്ടുന്ന ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കള്ള സംരംഭം, അതാണ് കൃപാസനം. അതായത് സ്വന്തം ആസനം മറ്റുള്ളവരുടെ ചെലവിൽ. നിങ്ങളെ ഈ കയ്യിലിരിക്കുന്നത് എന്താ? കൃപാസനത്തിലെ പത്രം. കൃപാസനമാശാന്റെ വിഴുപ്പ് താങ്ങികളും ആസനം താങ്ങികളുമായ കഴുതകളെ കൊണ്ട് പൊതുജനങ്ങളെല്ലാം പൊറുതിമുട്ടിയിരിക്കുകയാണ്. അത്തരൊരു ആസനം താങ്ങി കഴുതയുടെ വീഡിയോ നമുക്ക് കാണാം. കൃപാസനാണ്. ഈ കൃപാസനത്തിൽ എന്ത് അത്ഭുതമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ വായിച്ചു നോക്കി മേടിച്ച്, എന്നിട്ട് യൂട്യൂബില് പേപ്പർ സഹിതം ഇത് കണ്ട എത്ര നൂറ് സാക്ഷ്യങ്ങൾ പേപ്പറും എന്തായാലും വായിച്ചു നോക്കാൻ എനിക്കെല്ലാം പറയാൻ പറ്റുമോ? കൃപാസനത്തിലെ കഴുത പ്രഭാഷണം വർഷങ്ങളോളം കേട്ട് തഴമ്പിച്ച് തലച്ചോറിന്റെ സ്ഥാനത്ത് ആസനം കയറിയ നിനക്ക് അവന്റെ ചോദ്യത്തിനുള്ള മറുപടി എന്നാ പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? എടാ, നീ കൊണ്ടു നടക്കുന്ന സാധനത്തിനകത്ത് എന്നാക്കെ കാര്യങ്ങളുണ്ടെന്ന് ഏത് പാതിരാത്രി ആര് വിളിച്ചു ചോദിച്ചാലും നീ അത് പറയാൻ ബാധ്യസ്ഥനാ. നിനക്കെന്നാ അത് പറയാൻ പറ്റാത്ത? അല്ലാതെ നീ കൊണ്ടു നടക്കുന്ന ഒരു സാധനത്തിന്റെ കാര്യങ്ങൾ വേറൊരുത്തിനെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. അവനോട് അതിന് അത് വായിച്ചു നോക്കാനൊക്കെ നീ പറയുന്നത്? അത് നീ അവന് പറഞ്ഞു കൊടുക്കേണ്ടത്. കൃപാസനത്തിന്റെ അത്ഭുതങ്ങൾ നിനക്കറിയാൻ മേലെ ഞാൻ പറഞ്ഞു തരാടാ. ഒരു കൂലിപ്പണിക്കാരൻ ചോറും പൊതി കൊണ്ട് അതിനകത്ത് പൊതിഞ്ഞു വെച്ചു. അത് കുഴിമന്തിയായി മാറി. വേറൊരു പാവം പിടിച്ചവൻ അവന്റെ പോയ കീപാഡ് ഫോൺ അതിനകത്ത് പൊതിഞ്ഞു വെച്ചപ്പോൾ അത് ഐഫോണായിട്ട് മാറി. വേറൊരുത്തൻ അവൻ കാശ് ഒരു തരത്തിൽ എവിടുന്നൊക്കെ ഷെയർ ഇട്ട് ഒരു ക്വാർട്ടർ വാങ്ങി, അത് പൊതിഞ്ഞു വെച്ചപ്പോൾ അത് ഫുള്ളായിട്ട് മാറി. പിന്നെ ഒരു പാവം ചെറുക്കൻ, ആ ചെറുക്കനാണ് വീട്ടിൽ കിടന്ന് ഒരു ബൈക്ക് മേടിച്ചു തരാനായിട്ട് കിടന്ന് കാറി. അവരാരും അത് മേടിച്ചു കൊടുത്തില്ല. അപ്പൊ ഉള്ള സൈക്കിള് അവൻ ആ പത്രം അതിന്റെ മണ്ടയെ വിരിച്ചിട്ടു. പിറ്റേ ദിവസം അത് ഡ്യൂക്കായിട്ട് മാറി. പിന്നെ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഓട്ടോ ഓടാനായിട്ട് രാവിലെ വന്നപ്പോൾ അതില് കാക്കത്തിയിട്ട് ഇരിക്കുന്നു. ഈ പത്രം വെച്ചും തുടച്ചതേ ഉള്ളൂ. അത് പിന്നീട് എന്തായി മാറി? BMW ആയിട്ട് മാറി. ഇത്രയും അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടും നിനക്ക് അതൊന്നും പറയാൻ അറിയത്തില്ലല്ലടാ. ഇനി എണ്ണിയാ തീരാത്ത എത്ര അത്ഭുതങ്ങൾ പറഞ്ഞാൽ ഇന്നും നാളെ ഒന്നും തീരത്തില്ല. ഇതിലൊരു 10 എണ്ണമെങ്കിലും നിനക്ക് പറയാൻ അറിയത്തില്ല. നീ എന്തിനാടാ അതും കടത്തി വെച്ചോണ്ട് നടക്കുന്നത്? ഒരുപാട് പേര് നിങ്ങൾ കൃപാസന പത്രം അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കലക്കി കുടിക്കുകയും കഞ്ഞിയിൽ കലക്കി കുടിക്കുകയും ഒക്കെ ചെയ്ത് മരിച്ചുപോയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് വായിച്ചു നോക്ക്. ഇപ്പൊ എവിടുന്ന് വന്നടാ ഈ മുന്നറിയിപ്പൊക്കെ? മുൻപ് ഈ പത്രങ്ങളിലൊന്നും ഈ മുന്നറിയിപ്പൊന്നും ഇല്ലായിരുന്നല്ലോ. നിന്റെ ആശാനും തോഴിമാരും പണ്ടിങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇത് ഉദരരോഗമുള്ളവർക്ക് കലക്കി കുടിക്കാം, ഇത് പ്രശ്നങ്ങളും രോഗങ്ങളും ഉള്ളവർക്കൊക്കെ കുഴച്ചു തിന്നാന്നൊക്കെയാണല്ലോ അന്ന് പറഞ്ഞത്. അഥവാ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ അത് ക്രെഡിറ്റ് ആയിട്ട് എടുക്കാമെന്ന് കരുതിയല്ലേ? എന്നിട്ട് ഒത്തിരി പേർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായപ്പോൾ നിന്റെ ആശാൻ പൊത്തിൽ കയറി ഒളിച്ചു. പിന്നീട് അടുത്ത ഉടായിപ്പായിട്ട് ഇറങ്ങിയേക്കുവാ. കോടികൾ കൊയ്യാനുള്ളതല്ലേ? പിന്നെ നിങ്ങൾ താല്പര്യം എന്തിനാ എന്നോട് ചോദിക്കുന്നു? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ? എന്ത് തെളിവിന്റെ അടിസ്ഥാനം? നിങ്ങൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനം എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് എന്നോട് ചോദിക്കുന്നത്? ഡയറക്റ്റ് യു ക്യാൻ ഗോ ആൻഡ് ആസ്ക് ദം. എവിടെ? യു ഗോ ആൻഡ് ആസ്ക് ദം. അയാം ഒള്ളിയെ ആസനം താങ്ങി കഴുതയ്ക്ക് വിഴുപ്പ് ചുമക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ. ഇതിന്റെ അത്ഭുതത്തെ കുറിച്ച് ആരോടെ ഞാൻ ചോദിക്കേണ്ടത്? എന്നോട് ചോദിച്ചു. നിങ്ങളോട് തെളിവ് സഹിതം ഫോട്ടോ സഹിതം അഡ്രസ് സഹിതം ഞാൻ നിങ്ങൾക്ക് തരിക. എന്നെ ബോധ്യപ്പെടുത്തു. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? ബോധ്യപ്പെടുത്താൻ. അപ്പൊ എന്റെ മകളുടെ കാര്യം തന്നെ. എനിക്ക് 4 മക്കളുണ്ട്. വിത്തൗട്ട് എനി മെഡിസിൻ വിത്തിൻ 1 year ഷീ കൺസീവ്ഡ്. അതായത് 7 വർഷം കുട്ടികളില്ലാതെ ഞാൻ പലതിന്റെ പുറകെ പോയി. എന്നിട്ടാണ് എനിക്ക് ഞാൻ അവസാനം ഒരു ധ്യാനം കൂടെ. അസുഖം എന്താണെന്ന് പറഞ്ഞാൽ ജനിക്കുന്നില്ല. ഈ മരപ്പാടി കൃപാസനത്തിലെ പ്രധാന അടിമയാകാനുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം. 7 വർഷമായിട്ട് ഇയാൾക്കും ബെമ്പ്രോത്തിക്കും പിള്ളേരൊന്നും ഇല്ലായിരുന്നു. അവര് ഹോസ്പിറ്റലിൽ കാരണം തപ്പിപ്പോയി. ഡോക്ടർമാർ ഒരു ഷണ്ടത്തുള്ള സർട്ടിഫിക്കറ്റ് അങ്ങ് അടിച്ചു കൊടുത്തു. അതുമായിട്ട് അയാൾ വിഷമിച്ച് കരഞ്ഞ് കറങ്ങി തിരിഞ്ഞ് പല വഴിക്ക് എവിടൊക്കെയോ പോയി ചുറ്റി കറങ്ങി തിരിഞ്ഞ് അവസാനം കൃപാസനത്തിന്റെ പടിവാതിൽക്കലെത്തി. അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ആ കാഴ്ച കണ്ട് അയാൾ സന്തോഷത്താൽ പുളകിതനായി. പരിശുദ്ധ ഗർഭത്താൽ വീട്ടിൽ വിശുദ്ധ കുഞ്ഞുങ്ങൾ ഓടിക്കളിച്ച് നടക്കുന്നു. ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം 1-ാം പ്രമാണം ലംഘിച്ചു ഞാൻ. അതാണ് അതിന്റെ പ്രശ്നം. ഓട്ടോമാറ്റിക്കലി അവിടെ ശാപം വന്നുവിടും. ഞാനാവുന്ന ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് പറഞ്ഞ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. ഈ 1-ാം പ്രമാണം ലംഘിച്ച കഴങ്ങട്ട് ഓക്കൻ 6-ാം പ്രമാണോ 9-ാം പ്രമാണോ ഒക്കെ ലംഘിച്ചടക്കുന്ന ആട്ടുംതോലിട്ട ചെന്നാക്കളുടെ അടുത്ത് പോകേണ്ട വല്ല കാര്യമുണ്ടോ? എടാ, അവരെക്കാൾ എത്രയോ ഭേദമാണ് നീ. ജലം കുഴിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ തേടി പോയ വ്യക്തിയെ ഞാൻ തിരിച്ചു വന്നു. ഞാൻ മരിച്ചു കളയാം. എന്റെ കൂട്ടുകാരൊക്കെ എന്നെ ഷാണ്ടനാട ഭാര്യ മച്ചാട എന്ന് പറഞ്ഞപ്പോ ഞാൻ തിരിച്ചു വന്നു.
എടാ നീ പൊട്ടനാണെങ്കിൽ നിന്റെ കൂട്ടുകാർക്കൊക്കെ നല്ല വിവരമുണ്ട്. അവന്മാര് പറഞ്ഞ കറക്റ്റ് കാര്യമല്ലേ? നീ ഷണ്ടൻ തന്നെയാ. നിരോധിക്കണോ? ഈടോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്ത് വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ ഛത്തീസ്ഗഡിൽ നടന്നത് ഇത് നീതിയാണോ? അല്ല, അതുപോലെ ആർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും എടുക്കാം. ഞങ്ങളത് സഹിക്കാൻ തയ്യാറാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആദിമസഭയിൽ രക്തസാക്ഷിത്വം ഭരിച്ചത്. ഇനിയിപ്പോ എന്നെ തല്ലണോ? ഗോഡ് ബ്ലെസ് യു എന്ന് പറയുള്ളൂ, അല്ല തിരിച്ചു തരില്ല. അതാണ് ഞങ്ങളെ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. നീ കാണിക്കുന്ന തരവഴിത്തരത്തിന് നിനക്ക് അടി കിട്ടേണ്ടത് തന്നെയാണ്. നീ കൂടുതൽ രക്തസാക്ഷികളുടെ കണക്കൊന്നും ഇവിടെ വിളമ്പണ്ട. ഗോവയിൽ ഫ്രാൻസിസ് സേവർ ഇൻക്വിസിഷന്റെ പേരിൽ നടത്തിയ മതപരിവർത്തനത്തിന്റെ ഫലമായി കാണിച്ചു കൂട്ടിയ കൊലപാതകങ്ങളുടെ കണക്കൊന്നും നിനക്ക് അറിയത്തില്ലെങ്കിൽ നീ പോയി ചരിത്രം പഠിക്കും. നിന്നെ പോലുള്ള പാഴ്ജന്മങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ തന്നെ നാടിനും വീടിനും സമൂഹത്തിനും ഒന്നും യാതൊരു പ്രയോജനവും കാണത്തില്ല. നീയൊക്കെ ഇതുപോലെയുള്ള ഏതെങ്കിലും ഇല്ലാത്ത പൊള്ളയായ പ്രസ്ഥാനത്തിന് വേണ്ടി ചാവുകയുള്ളൂ. ഞാൻ ദുഃഖിച്ചു കഴിയുന്ന, വേദനിച്ചു കഴിയുന്ന, രോഗികളായിട്ട് കഴിയുന്ന, ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ രീതിയിൽ കടബാധ്യതയിൽ കഴിയുന്നവർക്ക് ഇത് ഒരു ആശ്വാസമാണ്. ഇതേപോലെ തന്നെയാണ് ഞാനും വന്നത്. ഈ ദുഃഖിച്ചും വേദനിച്ചും പട്ടിണിയിലും ദുരിതത്തിലും കഴിയുന്ന ആൾക്കാർക്ക് ഈ മലപ്പാഴിന്റെ ഈ പാഴ്പത്രം എങ്ങനെയാണ് ആശ്വാസമാകുന്നത്? അവരിത് മടക്കി പിടിച്ച് വീശിക്കൊണ്ടിരിക്കുവോ? അന്നേരം അവർക്ക് സുഖം കിട്ടുവോ? നിങ്ങൾ അതിനെ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ 100% മാറ്റം ഉണ്ടാവും. എന്താണ് ഫോളോ ചെയ്യേണ്ടത്? ഇത് അതിന്റെ അനുസരിച്ച് ജീവിക്കണം. അവിടെ പറയാ ഇതുപോലെ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങള്. അപ്പൊ ഞാൻ ക്രിസ്ത്യൻ ആവില്ലേ? നിങ്ങൾ വളരെ അഭിമാനം ഉണ്ടാകണം ക്രിസ്ത്യാനി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ. അതിനാടാ നിന്റെ ക്രിമിയാസനത്തിൽ വരാത്ത ബാക്കിയുള്ള മനുഷ്യർക്കൊന്നും അന്തസ്സും അഭിമാനമൊന്നും ഇല്ലേ? നീ എന്നാ ചെറ്റവർത്താനാണോ ഈ പറയുന്നത്? ഒരു മതം എന്ന് പറയുന്നത് മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ളതാ, കല്ലാനും കൊല്ലാനും അല്ല. മനസ്സിലായോ? ഇത് ഒട്ടും തല്ലൂല, ആരെയും വെറുക്കയില്ല. സഹോദരനെ വെറുക്കൊന്നും കൊലപാതകമാണ്. 1 who hates whether he is a murderer. 1 John 3:15 പറയുകയാണ്. മനുഷ്യനെ വെറുക്കാൻ പോലും പാടില്ല എന്ന് പറയണേ. അപ്പൊ ഇവിടെ തല്ലും വെട്ടും കൊലപാതകം ചെയ്യും. എന്നാൽ കുറ്റവാളികളായ പുരോഹിതന്മാർക്ക് ശിക്ഷയും ഇരകളായ കന്യാസ്ത്രീകൾക്ക് നീതിയും എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? അവൻ ഗലാത്യർ 5:22 പറയുന്നുണ്ട് സ്നേഹം, ദൈവത്തിന്റെ ക്വാളിറ്റി. സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസമനം. ദൈവം പരിശുദ്ധനാണ്, ദൈവം സത്യമാണ്, ദൈവം പ്രകാശമാണ്. സ്നേഹം, ആനന്ദം, ദയ, ക്ഷമ, വിശ്വസ്തത, ആത്മസംയമനം എന്നിങ്ങനെ കഴുതസ്വഭാവം നീ മൊഴിഞ്ഞല്ലോ. എന്നിട്ട് ഈ പറയുന്ന ഒരു ഗുണം പോലും നിനക്കോ നിന്റെ കൂട്ടർക്കോ ഇല്ലല്ലോ. ആത്മസംയമനമുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടോ അതിന്റെ കൂട്ടത്തിൽ? സ്വന്തം ജീവിതം മുഴുവനും ഹോമിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി 10 ലക്ഷത്തോളം കന്യാസ്ത്രീകൾ, 5 ലക്ഷത്തോളം വൈദികര്, 656ഓളം കർദിനാൾമാര്, 1656ഓളം ബിഷപ്പുമാര്, പോപ്പ്, അങ്ങനെ മരിച്ചുപോയി ഒരുപാട്. ഇത്തരം ആൾക്കാർ മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കൊല്ലാനും തല്ലാനും ആരെങ്കിലും പോയിട്ടുണ്ടോ? 10 ലക്ഷത്തോളം വൈദികര്, 5 ലക്ഷം കന്യാസ്ത്രീകള്, പിന്നെ 56 ലക്ഷം കർദിനാളന്മാര്. എന്നാത്തിനാണ് ഇതൊക്കെ? ഇത്ര എണ്ണമൊക്കെ ലോകത്തുണ്ടായിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ വൈദികന്മാരുടെ കൂടി കുമ്പസാരം എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നതിനെ പറ്റി നീ കൂടുതലൊന്നും പറയിപ്പിക്കുകയൊന്നും വേണ്ട. എല്ലാം വാർത്തകളിൽ നിന്ന് ലോകം മൊത്തം അറിയാം. കന്യാസ്ത്രീകളുടെ ഗുണവും അച്ഛന്മാരുടെ ഗുണവും ഒന്നും നീ കൂടുതൽ പറയുകയൊന്നും വേണ്ട. ക്രിസ്ത്യാനിറ്റി പടർത്തുന്നുണ്ടോ? ക്രിസ്ത്യാനിറ്റി പടർത്തുന്നത് ദൈവം പടർത്തുന്നത്, ഞങ്ങളല്ല പടർത്തണേ. നിങ്ങൾ എന്ത് നോൺസെൻസാ പറയണത്? ഞങ്ങൾക്ക് എന്ത് കഴിവുണ്ട് ഞങ്ങൾക്ക് പകർത്താനായിട്ട്? ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നത് നിങ്ങൾ ലോകം മുമ്പ് സർവ്വ ശിശുക്കളോടും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു. അത് ഞങ്ങൾ ദൈവം ഏൽപ്പിച്ച കൽപ്പന. മനുഷ്യനെ അനുസരിക്കരുത്. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങള്. അതിനുവേണ്ടി മരിക്കും ഞങ്ങള്. ആരും കൊല്ലൂല. കുറെ സുവിശേഷം പ്രഘോഷിച്ചതുകൊണ്ടോ ആരാധന നടത്തിയതുകൊണ്ടോ ഈ ഭൂമിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മനുഷ്യൻ അന്നന്ന് കഷ്ടപ്പെട്ടാൽ അവന് ജീവിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ നീ കൂടെ പറയുന്നുണ്ടല്ലോ സുവിശേഷത്തിന് വേണ്ടി മരിക്കണമെന്ന്. പറഞ്ഞ വാക്ക് പാലിക്കും. എത്രയും പെട്ടെന്ന് അത് ചെയ്യും. അത് ചെയ്യുവാണെങ്കിൽ ഈ ലോകത്തിന് സ്വസ്ഥതയും സമാധാനവും കിട്ടും. ഒടുവിൽ ജനങ്ങളും ഉദ്യോഗസ്ഥരും യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് എല്ലാ തട്ടിപ്പ് കേന്ദ്രങ്ങളും പൂട്ടി. ഇനി ഈ ഒരു ആസന കേന്ദ്രം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. സമൂഹത്തിൽ അന്ധവിശ്വാസം മാത്രം പടർത്തി യാതൊരു പ്രയോജനമില്ലാത്ത ഈ ഒരു കേന്ദ്രം കൂടെ എത്രയും പെട്ടെന്ന് പൂട്ടണമെന്ന് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിക്കുന്നു.